കാരണം നമുക്ക് പരിശോധിക്കാം. ഈ അലക്കുകാരന്റെ ഭാര്യയോട് അലക്കുകാരൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയിട്ട് 3 ദിവസം താമസിച്ചോളൂ. പക്ഷെ അവൾ തിരിച്ചു വന്നത് 15 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. കൂടെ അമ്മാവന്റെ മകനും ഉണ്ടായിരുന്നു. നമ്മളെന്താ മുറച്ചെറുക്കൻ എന്ന് പറയില്ലേ? അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ കാലത്തും ഉണ്ട്. അങ്ങനെ അമ്മാവന്റെ മകനുമായിട്ട് വന്നതോടുകൂടി ഇയാളുടെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു. ഭാര്യയെ ചീത്ത വിളിക്കുവാനും തല്ലുവാനും തുടങ്ങി. ഈ സമയത്ത് ധാരാളം നാട്ടുകാർ ഓടിക്കൂടി. ആ സമയത്ത് രാജാവിന്റെ ഒരു ചാരൻ, ഭദ്രൻ എന്ന് പറയുന്ന ഒരു ചാരൻ ഈ കൂട്ടത്തിലേക്ക് എത്തി. അങ്ങനെ പലരും പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഒടുവിൽ ചാരൻ ഇടപെട്ടു. ഞാൻ രാമനോട് ഈ വിഷയം സംസാരിക്കാം, നമുക്ക് രാമന്റെ അരികിലേക്ക് ചെല്ലാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സംശയിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തെറ്റായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നു, നിങ്ങൾ ഭാര്യയെ തല്ലുന്നു. ഒരിക്കലും പാടില്ല, രാമരാജ്യത്ത് ഇത് അംഗീകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് നമുക്ക് രാമനോട് ചെന്നിട്ട് നിങ്ങളുടെ പ്രശ്നം പറയാം. ഇത് കേട്ട മാത്രയിൽ അലക്കുകാരൻ പറഞ്ഞ വാദമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 12 മാസക്കാലം സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ ജീവിച്ച സീതയെ നാണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് 15 ദിവസം താമസിച്ച് എന്റെ ഭാര്യയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കണ്ട. ഇത് രാമന്റെ ചെവിയിലെത്തി. രാമൻ അപ്പോഴാണ് അറിയുന്നത് ലങ്കയിൽ നടന്ന സംഭവം അഗ്നിപരീക്ഷയടക്കം അയോധ്യവാസികൾ കണ്ടിട്ടില്ല. അത് ലങ്കയുടെ മുന്നിലാണ്, കടലിനപ്പുറത്താണ് നടന്നത്. എന്നാൽ രാമന്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ടോക്ക് സമാജത്തിലുണ്ട്. അപ്പോ രാമൻ ചോദിച്ചു ഭദ്രനോട്, ഭദ്ര, ഇത് കേട്ടപ്പോ ജനങ്ങൾ എന്തു പറഞ്ഞു? ജനങ്ങൾ എന്തു ചെയ്തു? അവർ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഭദ്രൻ പറഞ്ഞു, തലതാഴ്ത്തി കരഞ്ഞോ? അവർ പ്രതികരിച്ചോ? സീതാദേവിക്ക് വേണ്ടി അവർ വാദിച്ചോ? ഇല്ല തിരുമനസ്സെ, അവർ വാദിച്ചില്ല. അപ്പോഴാണ് രാമന് കാര്യം മനസ്സിലായത്. സീതാദേവിയെ കുറിച്ച് തെറ്റായൊരു ധാരണ എന്റെ പ്രജകൾ വെച്ചു പുലർത്തുന്നു. ഒരു രാജാവും രാജാവിന്റെ കുടുംബവും സകല സംശയങ്ങൾക്കും അതീതമായിരിക്കണം. അതുകൊണ്ട് എന്താണ് ഇതിന്റെ വഴി? അന്ന് രാത്രി രാമൻ എന്ന രാജാവും രാമൻ എന്ന ഭർത്താവും തമ്മിലുള്ള വലിയ സംഘർഷം ഉത്തരകാണ്ഡത്തിൽ അങ്ങനെ നടക്കുകയാണ്. എന്റെ ഭാര്യ നിർഗർഭിണിയാണ്, എങ്ങനെ ഞാൻ അവളെ കാട്ടിൽ ഉപേക്ഷിക്കും? രാമന്റെ ഭർത്താവ്, രാമ, നീ കേവലം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്നുവോ? നീ കേവലം ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്നുവോ? നീ ആരാണ്? നീ ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ്. ആരാണ് നിന്റെ പൂർവികന്മാർ എന്നറിഞ്ഞിട്ടുണ്ടോ? നിന്റെ അച്ഛൻ ആരെന്നറിയുമോ? ആരും കേൾക്കാതെ കൊടുത്തുപോയൊരു വാക്കിനു വേണ്ടി 14 കൊല്ലം നിനക്ക് കാനനവാസം ചെയ്യേണ്ടി വന്നത്, പറഞ്ഞ വാക്ക് പാലിക്കുവാൻ വേണ്ടി ജീവൻ വരെ ത്യജിക്കുവാൻ തയ്യാറുള്ള ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ്. നീ രഘുവംശത്തിന്റെ അഭിമാനമാണ്. നീ കേവലം ഒരു മനുഷ്യനായ ഭർത്താവിനെ പോലെ ചിന്തിക്കരുത്. നീ ഈ രാജ്യത്തിന്റെ അധിപനാണ്. നീയാണ് ലോകത്തിന്റെ മാതൃക. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ നാട്ടിലെ പ്രജകളും. അതുകൊണ്ട് രാമ, നീ കേവലം മനുഷ്യനല്ല. അപ്പൊ രാമന്റെ ഭർത്താവ് പറയുന്നു, സുഖം എന്തെന്ന് എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ജീവിതത്തിന്റെ യൗവനത്തിലേക്ക് കടന്നപ്പോൾ തന്നെ 14 കൊല്ലം കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ കാട്ടിൽ 13 കൊല്ലം ഞങ്ങൾ കാട്ടിൽ ജീവിച്ചു. ഇതാ മടങ്ങി വരുവാൻ ഇനി 1 വർഷമേ ഉള്ളൂ എന്ന് മനസ്സ് പറയാൻ തുടങ്ങിയപ്പോഴേക്ക് എന്റെ സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. 1 വർഷക്കാലം അശോകവനിയിൽ അവൾ തപസ്വിയായി കഴിഞ്ഞുകൂട്ടി. രാവണന്റെ ഒരു പ്രലോഭനങ്ങൾക്കും അവൾ വഴപ്പെട്ടില്ല. ഒടുവിൽ അവളെ രാവണാദികളെ നിഗ്രഹിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സമസ്ത ലോകത്തിന്റെയും മുന്നിൽ വെച്ച് ഞാൻ അവളെ അഗ്നിയിലൂടെ നടത്തിച്ചു. അതെന്തിനായിരുന്നു? അതും ആരോപണമാണ്. സീതയെ അഗ്നിയിലൂടെ നടത്തിച്ചു. രാമന് സീതയിൽ വിശ്വാസമില്ലേ എന്നുള്ളതാണ്. അഗ്നിയിലൂടെ നടന്നു വന്ന സീതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമൻ ചെവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സീതയെ, നീ ആരെന്നും നിന്റെ ശുദ്ധി എത്രമാത്രമുണ്ട് എന്നും എനിക്കറിയാം. പക്ഷേ നീ ലങ്കയുടെ സഭാമണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ നിന്നെ നോക്കുന്ന ഓരോ രാക്ഷസന്മാരെയും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, വാനരന്മാരെയും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അനേകം സ്ത്രീകൾ ഒന്ന് എന്ന ഭാവത്തിലാണ് അവർ നിന്നെ നോക്കിയത്. പലരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സീതാദേവിയെ രാമൻ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും അവരുടെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. ഈ സമയത്ത് രാമൻ പറയുന്ന വാക്കാണ്, നിൽക്കവിടെ. ഇക്കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല. നീ അഗ്നിശുദ്ധി വരുത്തിയാൽ മാത്രമേ ഞാൻ നിന്നെ സ്വീകരിക്കൂ എന്ന് പറയുന്നു. ലക്ഷ്മണ എന്ന് വിളിക്കുന്നു. ലക്ഷ്മണൻ അഗ്നി കൂട്ടുന്നു. അഗ്നിയിലൂടെ കടന്ന്
നടന്നു വരുന്ന സീതാദേവിയെ തൊട്ടുനോവിക്കുവാൻ പോലും അഗ്നി പോലും ഭയപ്പെടുന്നു. ചാരിത്രശുദ്ധിയുടെ, നിർമ്മല ഭാവത്തിന്റെ, നൈർമല്യത്തിന്റെ, സ്ത്രീത്വത്തിന്റെ എക്കാലത്തെയും പ്രതീകമായ സീതാദേവി, അഗ്നി പോലും പൊള്ളിക്കുവാൻ ഭയപ്പെട്ട ചാരിത്രശുദ്ധിയുടെ ഉടമ, ആ സീതയെ കണ്ട മാത്രയിൽ അഗ്നിയിൽ നിന്നും പുറത്തു വന്ന സീതയ്ക്ക് മുന്നിൽ പിന്നീട് നമ്മൾ കാണുന്ന രംഗം ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്ന വാനര കുലത്തെയാണ്, അല്ലെങ്കിൽ രാവണന്റെ അവശേഷിച്ച ആ രാക്ഷസാസുരിക പടയെയാണ്. എല്ലാവരും മഹാലക്ഷ്മിയായിട്ട് കണ്ട് കരുതി സീതയ്ക്ക് മുന്നിൽ ഇങ്ങനെ കൈകൾ കൂപ്പുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഗ്നിയിലൂടെ പുറത്തു വന്ന സീതയെ നിങ്ങൾ സത്യവാനായി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സത്യം ലോകത്തിന് ബോധ്യപ്പെടണം. ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ ജഡ്ജി നമ്മളെ വെറുതെ വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സത്യത്തെ ബോധിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. സീത നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, രാമന് സത്യമുണ്ടായിരുന്നു, രാമന് സീതയിൽ 100% വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലോകത്തിനറിയില്ല. അത് ലോകത്തെ ബോധിപ്പിക്കേണ്ട കടമ സീതയ്ക്കും രാമനും ഉണ്ടായിരുന്നു. ആ കർമ്മം അത് ചെയ്തു. പക്ഷെ ഇത്രയും വലിയൊരു അപമാനം സീതയ്ക്കുണ്ടായത് എന്തുകൊണ്ട്? അത് ലക്ഷ്മണനോട് പറഞ്ഞൊരു വാക്കായിരുന്നു. കാട്ടിൽ വെച്ച് സ്വർണ്ണമാനെ കണ്ടപ്പോൾ അതിനെ പിടിക്കുവാൻ വേണ്ടി സീതാദേവി പറഞ്ഞു. അപ്പോൾ തന്നെ ലക്ഷ്മണൻ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു ഭ്രമം? നിർബന്ധിക്കുന്നു. പിന്നാലെ ഓടി രാമൻ. നമുക്കറിയാം, രാവണൻ സന്യാസവേഷത്തിൽ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ രാമന്റെ ശബ്ദത്തിൽ അലറിയ മാരീചന്റെ ശബ്ദം കേട്ട് ഓടുവാൻ തയ്യാറാകാതെ നിന്ന ലക്ഷ്മണനോട് സീത പറയുന്ന വാക്ക് എക്കാലത്തെയും ക്രൂരമായ വാക്കായിരുന്നു. അല്ലയോ ദുഷ്ട, എന്റെ ഭർത്താവ് ഇങ്ങനെ അലറി വിളിച്ചിട്ട് നീ ഓടിപ്പോകാത്തത്, അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകാത്തത് അദ്ദേഹത്തിന്റെ മരണശേഷം എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരിക്കലും പറയാൻ പാടില്ലാത്ത അതിക്രൂരമായ വാക്കുകൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, അത് സീതാദേവിയാണെങ്കിലും മഹാലക്ഷ്മിയാണെങ്കിലും അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സീതക്കേറ്റ അപമാനത്തെ കൂടി എന്ന് മനസ്സിലാക്കണം. അപ്പോ അഗ്നിപ്രവേശനം ചെയ്ത് പുറത്തു വന്ന സീതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കണ്ടു നിന്നവർക്ക് മാത്രം, മറ്റൊരാളും ഇത് കണ്ടിട്ടില്ല. അയോധ്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ തന്റെ ഭാര്യയെ കുറിച്ച് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഈ ആരോപണം ഉന്നയിച്ചവന്റെ കഴുത്തറക്കുക, നാവരിയുക. ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, അവന്റെ നാവ് ഞാൻ എരിയട്ടെ? അപ്പൊ രാമൻ പറയുന്നുണ്ട്, വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? രാമനെ സ്തുതിക്കുവാൻ അവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാകണം. നമ്മുടെ മതക്കാരൊക്കെ ഒന്ന് കേൾക്കണം ഈ ഡയലോഗ് ഇല്ലേ? മതത്തെ വിമർശിച്ചാൽ, ഗ്രന്ഥത്തെ വിമർശിച്ചാലൊക്കെ കയ്യും കാലും വെട്ടുന്ന നാട്ടിലാണ്. രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു, രാമനെ സ്തുതിക്കുക മാത്രമല്ല രാമനെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം. പക്ഷെ ആ വിമർശനത്തിൽ കാമ്പുണ്ടോ? കാമ്പുണ്ട്. കാരണം സീതാദേവി 12 മാസം രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ചു, അത് സത്യമാണ്. രാവണൻ സ്ത്രീ ലംബടനാണ്, അതും സത്യമാണ്. അങ്ങനെയെങ്കിൽ തന്റെ സീതയെക്കുറിച്ചുള്ള ഈ ആരോപണത്തിന് പ്രതിവിധി എന്ത്? പ്രതിവിധി ഒന്നു മാത്രമാണ്, സീതയെ കാട്ടിലേക്ക് അയക്കണം. അതെന്തിനാണ് സീതയെ കാട്ടിലേക്ക് അയക്കുന്നത്? ആരോപണം ഉണ്ടാക്കപ്പെട്ട ആ ഭാര്യയ്ക്കൊപ്പം അന്തപുരത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ആരോപണത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാം എന്ന് പറയുന്നതിൽ യാതൊരു കാമ്പുമില്ല. ഇത് രാജധർമ്മത്തിന് വിരുദ്ധവുമാണ്, അത് നീതിശാസ്ത്രത്തിനും വിരുദ്ധമാണ്. രാജാവ് എപ്പോഴും രാജധർമ്മത്തിന്റെ നീതിശാസ്ത്രത്തെ അനുസന്ധാനം ചെയ്യുന്ന, ഒരു കടുകുമണിയുടെ വ്യത്യാസത്തിൽ പോലും ആ നീതിശാസ്ത്രത്തെ ലംഘിക്കാത്ത ആളായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ രാജാവ് മാതൃകയാവുള്ളൂ. അങ്ങനെയായിരുന്നു രഘുവംശത്തിലെ ഓരോ രാജാക്കന്മാരും. അതുകൊണ്ട് സീതാദേവിയെ കുറിച്ച് ആരോപണം ഉണ്ടായെങ്കിൽ സീതാദേവിയെ അല്പസമയം കാട്ടിലേക്ക് മാറ്റി നിർത്തണം. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുവാൻ ആരോട് പറയുന്നു? ലക്ഷ്മണനോട് പറയുന്നു. ഇത് വല്ലാത്തൊരു സംഘർഷമാണ്. 3 അനുജന്മാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് രാമൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഈ രാജപദവി ഒന്ന് ഏറ്റെടുക്കൂ. കാരണം എനിക്ക് എൻ്റെ സീതയെ പിരിഞ്ഞിരിക്കുവാൻ വയ്യ. ഞാൻ അത്രമാത്രം ആഴത്തിൽ ഞാൻ എൻ്റെ സീതയെ സ്നേഹിക്കുന്നു. മാത്രമല്ല അവൾ ഗർഭിണിയുമാണ്. ആ നിറഗർഭിണിയെ കാട്ടിലേക്ക് അയക്കുന്നത് പാപമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ഈ മുൾക്കിരീടം, രാജസിംഹാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കിരീടത്തെക്കുറിച്ച് പറഞ്ഞ മുൾക്കിരീടം ഒന്ന് ഏറ്റെടുക്കൂ. ഈ സമയത്ത് രാമനിലെ രാജാവ് വീണ്ടും ഉണരുകയാണ്. ഭാര്യ രാഷ്ട്രം,
വ്യക്തി, രാഷ്ട്രധർമ്മം, ഇത് രണ്ടും തമ്മിൽ സംഘർഷം വന്നപ്പോൾ രാമൻ ആർക്കൊപ്പം നിന്നു? ഭാര്യയ്ക്കൊപ്പമോ രാഷ്ട്രത്തിനൊപ്പമോ? രാഷ്ട്രമാണോ വലുത്, വ്യക്തിയാണോ വലുത്? രാഷ്ട്രധർമ്മത്തിനു വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ച രാമനെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുന്നു. ഭാര്യയ്ക്ക് വേണ്ടി രാഷ്ട്രത്തെ ഉപേക്ഷിച്ചിരുന്നു രാമനെങ്കിൽ അന്ന് രാമൻ തീർന്നതിനെ നമ്മൾ ഒരു പഠിപ്പും ഉണ്ടാവില്ല. കാരണം അത് വ്യക്തിയുടെ സ്വകാര്യത മാത്രമാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, കുട്ടികൾ, അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കർമ്മത്തിന്റെയും നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെയും ഭാഗമാണ്. അത് ലോകത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചാലും ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നതും കേരളത്തിലൊക്കെ നിത്യേന നടക്കുന്ന സംഭവമാണ്. അതൊന്നും നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാൽ ഒരു രാജാവിനുള്ള വിശ്വാസം, ഒരു രാജാവ് രാജ്യത്തെക്കാൾ ഉപരി ഭാര്യയ്ക്ക് സ്ഥാനം നൽകി എന്ന് പറയപ്പെടുമ്പോൾ, ഒരു രാജാവ് വ്യക്തിപരമായ ഭാര്യാധർമ്മത്തിനു വേണ്ടി രാഷ്ട്രത്തെ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുമ്പോൾ അതെക്കാലത്തും ഇക്ഷ്വാകു വംശത്തിനേറ്റ ഒരു കളങ്കമായിരിക്കും. ഇത് രാമൻ വീണ്ടും വിചിന്തനം ചെയ്യുന്നു. നമ്മൾ ഉത്തരകാണ്ഡത്തിൽ അതൊക്കെ ഒന്ന് വിസ്തരിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രാമൻ എന്ന ഭർത്താവും രാമൻ എന്ന രാജാവും തമ്മിൽ നടന്ന ആ സംഘർഷത്തിനൊടുവിൽ സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും അവിടെ ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ആ മക്കൾ വളരുകയും വാൽമീകി മഹർഷി സകല രാമായണത്തിന്റെ എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുകയും ആ രാമായണത്തിന്റെ ഗാനങ്ങളുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും പാട്ടുപാടിക്കൊണ്ട് അവരൊടുവിൽ അയോധ്യയിൽ വരികയും ആ ഗാനമെല്ലാം ആസ്വദിച്ചതിന് ശേഷം രാമനോട് അവരൊരു അഭ്യർത്ഥന നടത്തുന്നു. ലവകുശന്മാർ, ഞങ്ങൾ രാമനെ കണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമായി, ഞങ്ങൾക്ക് സീതാദേവിയെ കൂടി കാണണം. ഈ സമയത്ത് സീത ഇവിടെയില്ല എന്ന് കൗസല്യാദേവി പറയുന്നു. എവിടെ പോയി എന്ന് മക്കൾ? അപ്പോഴാണ് പറയുന്നത്, ഒരലക്കുകാരന്റെ ആരോപണത്തെ കേട്ട് സീതയെ ഞങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ സമയത്ത് രാമന്റെ മക്കൾ, രാമൻ അറിയുന്നില്ല, മക്കളും അറിയുന്നില്ല, അച്ഛനും മക്കളുമാണെന്ന് ആ ലവകുശന്മാർ രാമന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാമനെ കുറിച്ചാണോ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടിയത്? ഈ രാമനാണോ മര്യാദാ പുരുഷോത്തമൻ? നിറഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച ആളെ കുറിച്ചാണോ ഞങ്ങൾ പാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ വിമർശിച്ചുകൊണ്ട് തിരിച്ചുപോയി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ സീതാദേവി ചോദിക്കുന്നു, മക്കളെ എന്തു പറ്റി? അപ്പോൾ പറയുന്നു, അമ്മ ആരെ കുറിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചത്? ഈ രാമനെ കുറിച്ചോ? ഈ സമയത്ത് മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, സീത മക്കളോട് പറയുകയാണ്, മക്കൾക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്താണ് രാജധർമ്മമെന്നും എന്താണ് ഭർത്തൃധർമ്മമെന്നും മക്കൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർ അത്രയും പ്രായമായിട്ടില്ല. ഒരിക്കലും നിങ്ങൾ ആ മനുഷ്യനെ നിന്ദിക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും മക്കൾ വീണ്ടും വീണ്ടും വിമർശിക്കുമ്പോൾ മക്കളെ ആ വാതിൽ പുറത്തേക്കാക്കിയിട്ട് ആ ചെറിയ ആശ്രമത്തിന്റെ വാതിലടക്കിയാണ് സീതാദേവി ചെയ്യുന്നത്. ഒടുവിൽ മക്കൾ കരഞ്ഞുകൊണ്ട് അമ്മയ്ക്കരികിലേക്ക് വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ മക്കളോട് പറയുന്നു, മക്കളെ, ചില സത്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാൻ വയ്യ, പക്ഷേ നിങ്ങൾ ഒരിക്കലും രാമനെ നിന്ദിക്കരുത്. ആരാണ് നിങ്ങൾക്കറിയില്ല രാമൻ. ഒരിക്കൽ രാമൻ അശ്വമേധയാഗം നടത്തുമ്പോൾ യാഗത്തിൽ ഇടതുഭാഗത്ത് ഭാര്യ വേണം. ഭാര്യ ഇല്ലാതെ എങ്ങനെ യാഗം നടത്തും? സീതാദേവി അറിയുന്നു കാട്ടിൽ വെച്ച് യാഗം നടത്തുന്ന വിവരം. അപ്പോൾ ഒരു മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, രാജാവിന് എത്ര കല്യാണവും കഴിക്കാം. വീണ്ടും സീതയുടെ മനസ്സ് ചഞ്ചല ഹൃദയമാകുകയാണ്. കരഞ്ഞുകൊണ്ട് സീത അവിടെ കിടന്ന് കരയുമ്പോൾ വാൽമീകി മഹർഷി തന്റെ യോഗശക്തി കൊണ്ട് സീതയുടെ ആത്മാവിനെ വേർപെടുത്തിയിട്ട് അയോധ്യയിലേക്ക് അയക്കുന്നു. അയോധ്യയിലെത്തുന്ന സീതാദേവി കാണുന്ന കാഴ്ച എന്താണ്? കാഞ്ചന സീതയെ, സ്വർണം കൊണ്ട് സീതയെ ഉണ്ടാക്കിയിരിക്കുന്നു രാമൻ. എന്നിട്ട് ആ സീതയുടെ മടിയിൽ തലവെച്ച് കരയുന്ന രാമനെ കാണുന്നു. സീതയെ, ഞാൻ ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. നീ എന്നും എൻ്റെ ഹൃദയത്തിലാണ്. പക്ഷെ രാജാവ് എന്ന രീതിയിൽ എനിക്ക് എൻ്റെ കർമ്മം ചെയ്യേണ്ടി വന്നു. എന്നോട് പൊറുക്കൂ സീതയെ എന്ന് നിമിഷവും പറഞ്ഞ് സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ച അന്ന് മുതൽ രാമൻ ശരിക്കുമൊന്നും ഉറങ്ങിയിട്ടില്ല. രാമൻ കരയാത്ത ദിവസങ്ങളില്ല. പക്ഷെ അവിടെയാണ് രാമൻ എന്ന് പറഞ്ഞ് രാജാവിനെ കുറിച്ചും രാമൻ എന്ന ഭർത്താവിനെ കുറിച്ചും നമ്മൾ അറിയേണ്ടത്. ഇത് മുഴുവൻ കണ്ട് ബോധ്യപ്പെട്ട സീത പശ്ചാത്താപ വിവശയാകുന്നു. തിരിച്ചു വന്നിട്ട് മഹർഷിയുടെ പാദങ്ങളിൽ വീണ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരു നിമിഷമെങ്കിലും സംശയിച്ചു പോയി മുനെ, എനിക്ക് പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. എന്ത് ഘോരമായ പ്രായശ്ചിത്ത കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ മഹർഷി തടവിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, ലക്ഷ്മി, ലക്ഷ്മി എന്നാണ് അവിടെ വിളിക്കുന്നത്, ലക്ഷ്മി, നീ ചെയ്യേണ്ടത് ലളിതാ സഹസ്രനാമം ചൊല്ലണം. പക്ഷെ ഓരോ ലളിതയുടെ പേരുകൾ ഉച്ചരിക്കുമ്പോഴും നീ സഹസ്രദള പുഷ്പങ്ങൾ കൊണ്ട്
സഹസ്രദള പത്മം കൊണ്ട്, 1000 ഇതളുകളുള്ള താമര കൊണ്ട് നീ അമ്മയെ അഭിഷേകം ചെയ്യണം എന്ന് പറയുന്നു. ആരാണ് ഈ പൂക്കൾ സംഘടിപ്പിച്ചു തരിക? അപ്പോൾ ഹനുമാൻ വേഷം മാറിയിട്ട് അവിടെ ആശ്രമത്തിലുണ്ട്. ഞാൻ ഏറ്റു എന്ന് ഹനുമാൻ പറയുന്നു. നോക്കൂ, ഒരു നിമിഷ നേരം തന്റെ ഭർത്താവിന് സംശയിച്ചു പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് 1000 സഹസ്രദള പത്മങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമം ജപിച്ച സീതയും അലക്കുകാരൻ കൊണ്ടുവരുന്ന ആഭരണം, അതൊക്കെ വൈകാരികമായ രംഗാണ്. ഈ അലക്കുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കാഞ്ചന സീതയെ ഉണ്ടാക്കുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ തങ്ങളുടെ കയ്യിലും കാലിലുമുള്ള സകല സ്വർണ്ണാഭരണങ്ങളും അഴിച്ചിട്ട് രാമന്റെ പാദങ്ങളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞ് രാമനോട് പറയുന്നു, ഈ ആഭരണത്തെ സ്വീകരിക്കൂ, ഞങ്ങളെ ഒന്ന് കൊന്നു തരൂ രാമ. കാരണം ഞങ്ങൾ ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ വായിൽ നിന്ന് ഈ വാക്ക് വീണുപോയി, എന്നോട് ക്ഷമിക്കൂ രാമ. രാമൻ അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. നോക്കൂ, ആ രാമന്റെ മനോഹരമായ രംഗം. തന്റെ ഭാര്യയുടെ ഈ കഷ്ടപ്പാടിന് മുഴുവൻ കാരണക്കാരനായ അലക്കുകാരൻ വന്ന് മാപ്പ് പറഞ്ഞു. അയാളുടെ ഭാര്യയും അയാളുടെ കയ്യിലുള്ള ആഭരണങ്ങളും കൊണ്ട് സീതയുടെ, കാഞ്ചന സീതയെ, സ്വർണത്തിന്റെ സീതയെ ഉണ്ടാക്കുന്ന ആ രംഗമെല്ലാം എത്ര വൈകാരികമാണ്. ഇത് നമ്മുടെ സണ്ണി പി കബിക്കാണ്ട് പറഞ്ഞാൽ മനസ്സിലാകുമോ? സുനിൽ പി ഇളയിടത്തിന് മനസ്സിലാകുമോ? മനസ്സിലാവില്ല. അവരോട് തർക്കിക്കാനല്ല ഇത്, നമ്മൾ അറിയണം. അത്ര ആഴത്തിൽ രാമൻ സീതയെ സ്നേഹിച്ചു. പിന്നെ എന്തുകൊണ്ട് രാമൻ സീതയെ മറഞ്ഞു നോക്കിയില്ല എന്ന് നോക്കിയാൽ, രാജാവിന്റെ ധർമ്മം അതനുഷ്ഠിക്കുമ്പോൾ ബാലിശമായ വികാരങ്ങൾ ഒരിക്കലും രാജാവിനെ സ്പർശിക്കരുത്. ശംഭുകരെ കൊല്ലുന്ന ഒരു രംഗം പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. ഒരിക്കൽ ഒരു ബ്രാഹ്മണ കുമാരൻ പെട്ടെന്ന് മരിച്ചു. അസ്വാഭാവിക മരണം എന്ന് പറയും. ചൈനയിൽ ഉണ്ടായില്ല അസ്വാഭാവികമായ ഒരു മരണം. 2019 ചൈന അത് മൂടിവെച്ചു. ആ മൂടിവെച്ചത് കൊറോണയായിരുന്നു. ലോകത്തിൽ 70 ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായിരുന്നു അത് എന്ന് നാം അറിയണം. അസ്വാഭാവികമായ മരണം ഒരു ബ്രാഹ്മണ കുമാരന് സംഭവിച്ചപ്പോൾ രാമൻ പുഷ്പവിമാനം വരുത്തി കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തു. അസ്വാഭാവികമായിട്ടൊന്നും രാമൻ കണ്ടില്ല. എന്നാൽ വടക്ക് ഭാഗത്ത് പോയ രാമൻ ഒരു കാഴ്ച കണ്ടു. ഒരാൾ തല കീഴായിട്ട് ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങിയിട്ട്, തല താഴെയും കാല് മുകളിലും കെട്ടിത്തൂക്കിയിട്ട് തപസ് ചെയ്യുന്നു. രാമൻ വിമാനം അവിടെ ഇറങ്ങി ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് ശംഭുകൻ എന്നാണ്. നീ എന്തിനാണ് തപസ് ചെയ്യുന്നത്? ഞാൻ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകുവാൻ തപസ് ചെയ്യുന്നു. രാമൻ വാളെടുത്തു, തല വെട്ടി മാറ്റി. അപ്പൊ ഉടൽ വേറെ, തല വേറെയായി. എന്തിനാണ് ഇത്രയും വലിയ ക്രൂരകർമ്മം രാമൻ ചെയ്തത്? ഉടലോടുകൂടി സ്വർഗത്തിൽ പോവുക എന്നത് അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായിരുന്നു. നോക്കൂ, ഒരു 45 വയസ്സുള്ള അമ്മ പറയുന്നു, 25 വയസ്സുള്ള എൻ്റെ മകനെ കല്യാണം കഴിക്കുവാൻ ഞാൻ തയ്യാറാണ്. 45 വയസ്സുള്ള അമ്മയും 25 വയസ്സുള്ള മകനും കല്യാണം കഴിക്കുവാൻ തയ്യാറായാൽ നമ്മളൊക്കെ ആ കല്യാണത്തിന് പോയിട്ട് ഉണ്ണുമോ? ഇല്ല. നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. അങ്ങനെ ഒരു കേസ് കോടതിക്ക് മുന്നിൽ എത്തിയാൽ 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരാൾക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആരുടെ കൂടെ താമസിക്കാൻ. അങ്ങനെ ഒരു നിയമമുള്ള ഒരു നാട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്കും പുരുഷനും, സ്ത്രീക്കും 21 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനും കൂടെ ജീവിക്കുവാൻ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. 45 വയസ്സ് അമ്മയ്ക്കുണ്ട്, 25 വയസ്സ് മകനുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കോടതി എന്തു പറയും? അത് നിലനിൽക്കുന്ന ധാർമ്മികതയ്ക്കെതിരാണ്, നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരാണ്. ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ആ രാജ്യത്തിന്റെ ധർമ്മത്തെ കാക്കുന്നു. ധർമ്മത്തെ കാക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാത്രമാണ് ഭരണഘടന. ഭരണഘടന ഉള്ളത് കൊണ്ടല്ല ഒരു രാഷ്ട്രവും സംരക്ഷിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ ഭരണഘടന ഇല്ലേ? ആ രാജ്യം നിലനിൽക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഭാരതത്തിന്റെ ഭരണഘടന നിലനിർത്തപ്പെടുന്നത് 80% ഹിന്ദുക്കളായതുകൊണ്ടാണ്. ഈ ധാർമ്മിക ബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഭരണഘടനയെ നമ്മൾ അനുസരിക്കുന്നത്. പാകിസ്ഥാനിൽ ഭരണഘടനാ പ്രകാരം കോടതി മതനിന്ദയ്ക്ക് ഒരാളെ തൂക്കൊല്ലാൻ വിധിച്ചു. പിന്നീട് അയാളുടെ ശിക്ഷ കുറച്ചു. അയാളെ വെറുതെ വിട്ടപ്പോ ജനക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊന്നു കളഞ്ഞു. കേട്ടത് സ്ഥിരം വാർത്തയാണത്. എന്തുകൊണ്ട്? അത് അവിടെ നടക്കും. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരെയാണ് ശംഭുകന്റെ തപസ്. അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന തപസ്സല്ല. അത് അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് രാജാവിന്റെ കടമയാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൗരൻ മുന്നോട്ട് വരുമ്പോൾ ആ വ്യവസ്ഥിതി മൊത്തം തകരാറിലാവും. ഒരാൾക്കു വേണ്ടി ഒരു രാഷ്ട്രത്തിന്റെ ധർമ്മത്തെ ബലി കഴിക്കരുത്. രാഷ്ട്രത്തിന്റെ ധർമ്മത്തിന് വേണ്ടി 1000 പേരെ ബലി കഴിക്കാം. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രാഷ്ട്രത്തിന്റെ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ 1000 പേരെ കൊല്ലാം. പക്ഷേ ആയിരക്കണക്കിന് പേർക്ക് വേണ്ടിയും രാഷ്ട്രത്തിന്റെ ധർമ്മത്തെ ബലി കഴിക്കരുത്. കാരണം രാഷ്ട്രം അനാദിയാണ്.
നിങ്ങളും ഞാനും 100 വയസ്സ് വരെ ജീവിക്കും പോകും. നമ്മൾ ജനിക്കുന്നതിന്റെ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതം എന്ന രാഷ്ട്രമുണ്ട്, ഈ ഭൂമി ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമി ഇവിടെ ഉണ്ടാവും. ഈ ഭൂമി നിലനിൽക്കുന്നത് ചില വ്യവസ്ഥകളിലും ചില ധർമ്മങ്ങളിലുമാണ്. എങ്ങനെയെങ്കിൽ ആ ധർമ്മം നിലനിൽക്കപ്പെടണം. അവിടെയാണ് രാമായണത്തിലെ ഈ പ്രസക്തമായ കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ രാജാവ് കാട്ടിലേക്കാക്കിയ, അല്ലെങ്കിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കാക്കിയ തന്റെ ഭാര്യയെക്കുറിച്ച് വിചിന്തനം ചെയ്യുക, ഭാര്യയെ മനസ്സാൽ പൂജിക്കുക, ആ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ മാനസിക ഭാവത്തെ രൂപപ്പെടുത്തുക എന്നല്ലാതെ ശാരീരിക സഹായങ്ങൾ ആ നിയമം അന്ന് അനുശാസിച്ചിരുന്നില്ല. അതായിരുന്നു കാരണം. മാത്രമല്ല, കാട്ടിൽ ജീവിച്ച സീതയുടെ മനസ്സ് കാട്ടുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. 13 വർഷക്കാലമാണ് കാട്ടിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ സ്വസ്ഥവും ശാന്തവുമായിട്ട് സീത അവിടെ വസിക്കുന്നു എന്ന കാര്യം രാമന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, സീത സുരക്ഷിതയാണെന്നും രാമന് അറിയാം. എപ്പോഴും നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല, അമേരിക്കയിൽ ജീവിക്കുന്ന ഭാര്യ, നാട്ടിൽ ജീവിക്കുന്ന ഭർത്താവ്, നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ വളരെ യോജിച്ചവരാണെങ്കിൽ നിങ്ങൾ വളരെ അടുത്താണ്. ഒരു മുറിയിലാണ്, AC മുറിയാണ്, പക്ഷെ മനസ്സുകൊണ്ട് വളരെ അകലെയാണ് എങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അകന്നവർ, ശരീരം കൊണ്ട് അടുത്താണെങ്കിലും നമ്മൾ വളരെ അകലെയാണ്. ശരീരം കൊണ്ട് അകന്നവർ മനസ്സുകൊണ്ട് അടുത്തവരാണെങ്കിൽ വളരെ അടുത്തുമാണ്. ഇതാണ് സീതയും രാമനും നമുക്ക് നൽകുന്ന സന്ദേശം. ഇങ്ങനെ ഈ രാമായണ കാലമാകുമ്പോൾ ഒത്തിരി രാമായണ വിചിന്തനങ്ങളെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം സമഗ്രമായിട്ട് പഠിക്കുന്ന നല്ല കാര്യകർത്താക്കളായിട്ട് നമുക്ക് മാറണം. അതുകൊണ്ട് എല്ലാ മാസവും വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം മുതൽ ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. രാമായണ മഹാസംഗമത്തെ വൻ വിജയമാക്കി തീർക്കണം. ആ വിഷയത്തെ അധികരിച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ജില്ലാ അധ്യക്ഷന്മാരും മേഖലയുടെ കൺവീനേഴ്സും ഒക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ പറയാം. നന്ദി, നമസ്കാരം.